ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനിലുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ എളുപ്പമാണ് ചെയ്യാനും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 പോട്ട് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒരുപാട് കുക്കിംഗ് ടൈമോ ഒന്നും വേണ്ടാത്ത ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ പീസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മിനിമം ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ, ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒരല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബട്ടറും എണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്ത് ഇതൊരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നീട് നമ്മൾ കറി ആക്കുന്ന സമയത്ത് അന്നേരം ഇത് വേകും. അതുകൊണ്ടൊരു ഹാഫ് വേവ് അല്ലെങ്കിൽ ഒരു ഷാലോ ഫ്രൈ മാത്രം ആക്കിയെടുത്താൽ മതി. 2 സൈഡും ഇതേപോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ 2 സൈഡും പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 പോട്ട് ബട്ടർ ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്തൊരു ബാച്ച് കൂടി ഉണ്ടായിരുന്നു ചിക്കന്, അതുകൂടെ ഞാൻ ഇതേപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ചെയ്യുന്നതും ഇതേ പാനിൽ തന്നെയാണ്. കഴുകിയൊന്നും വേണ്ട. ആ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതാണ്, ഇത് ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നത്. ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്ത് നമുക്കിനി സവോള വഴട്ടിയെടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഈ ഒരു ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 12-15 എണ്ണം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി കുക്കായി കിട്ടും. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണം. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ബട്ടർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കുള്ള പൊടികൾ കൂടി ചേർക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ഒരുപാട് ചൂടാവണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണം ഈ ഒരു സമയത്ത് നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി ഒന്ന് ഉടഞ്ഞു വരണം. അതായത് വെന്ത് ആവിയൊക്കെ കയറി നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴാണ് നമ്മളിനി ഇതിൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരാൻ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഹെൽപ്ഫുള്ളാകും. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി വഴട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തതാണ്, അത് ആ പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സെയിം പാൻ തന്നെയാണ്, അത് വീണ്ടും കഴുകിയിട്ടില്ല, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം അരച്ചത് നമ്മൾ ആ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു ഗ്രേവി ചൂടായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ചേർത്ത് ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ ബാക്കിയുള്ളത് കുക്കാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രേവി നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരികയും ചെയ്യും. അതിലുള്ള വെള്ളത്തിൻ്റെ എക്സ്ട്രാ അംശങ്ങളൊക്കെ വറ്റുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ കെച്ചപ്പും കുറച്ച് കസൂരി മെത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ചിക്കനിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ്ലി ബാലൻസ് ആവുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു മധുരം ഉള്ളതാണ് ബട്ടർ ചിക്കന്. അപ്പോൾ അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ക്രീം ഇല്ലാതെ ഇത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ക്രീമും കൂടി ചേർത്തിട്ട് തന്നെയാണ് നമുക്ക്
ബട്ടർ ചിക്കൻ കിട്ടുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് ക്രീം വേണ്ട, ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ക്രീം അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്